ഹലോ ഹലോ അച്ഛ എന്നെ പരിപാടി കാണിച്ചത്? ഞാൻ എന്താ കാണിച്ചത്? പെര പൂട്ടി താക്കോല് കയറ്റുവായുടെ അടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? മേലെ ഇമാതിരി മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. ഇല്ല മോനെ എടി പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തോ കയറ്റുപാടടിയിൽ താക്കോലില്ല. പിന്നെ ഇതും പറഞ്ഞ് എന്റെ മോൻ ഹരിക്കുട്ടൻ എന്നെ വിളിച്ചിട്ടുമില്ല. ഡീ ഒരു 4 പാമ്പുകളി കിട്ടൂ. എന്തിനാ അങ്ങനെ റണ്ണാക്കിയിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ. ഒരു മിനിറ്റ്. എന്നാ നോക്കുന്നേ? പാമ്പ് ഗുളിക. എന്റെ പൊന്നോമനകുമാരി, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എടി 5 വർഷമായില്ലേടി നീ കയ്യിൽ കുത്തുന്നു. ഇതുവരെയായിട്ട് നിന്റെ അരങ്ങേറ്റം നടന്നോ? കഴിഞ്ഞ കൊല്ലം എന്റെ അരങ്ങേറ്റം നടക്കാത്ത നിങ്ങളുടെ അച്ഛൻ കാരണമാ. അച്ഛനെന്തോ ഇത് എന്തോ ചെയ്തെന്നാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുച്ചിപ്പൊടിക്ക് കയറുന്നേരം നിങ്ങൾ അച്ഛനോട് പറഞ്ഞേ, അച്ഛാ എനിക്കൊരു പ്ലേറ്റ് കൊണ്ട് തരുമോന്ന്. അച്ഛൻ പ്ലേറ്റ് കൊണ്ട് തന്നില്ലേ? കൊണ്ട് തന്നു, ഡിസ്പോസിബിൾ പ്ലേറ്റ്. എടി നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛന് വിജയ് യേശുദാസിനെ പോലെ വലിയൊരു ഡാൻസുകാരനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അതിന് വിജയവിശ്വാസ ഗായകനല്ലേ? അതാ മണ്ടൻ തന്തയ്ക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോഴും സ്പൈഡർമാൻ ദൈവമാന്ന് പറഞ്ഞാണ് അങ്ങേര് നടക്കുന്നത്. മനസ്സിലായോ? മനുഷ്യ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ എന്റെ ഈ കാല് ചെലങ്കിട്ട് കാണണമെന്നുള്ളത്. അത് പുള്ളിയുടെ കാലിലെ ചെങ്ങല കണ്ട് മറത്തിട്ടായി. എന്റെ അരങ്ങേറ്റവാ, നിങ്ങൾ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്റെ പൊന്നടി നീ ഒരു കാര്യം ചെയ്യ്, നല്ല കിടുക്കാച്ചായിട്ട് ഡാൻസ് കളിക്ക്. അല്ലെ ഇപ്പൊ ഞാൻ പറയാനാ ഇതെങ്ങനെയുണ്ട്? സത്യത്തിൽ ഇത് എന്നാ ഇത്? ഞാൻ പ്രാക്ടീസ് ചെയ്തേ, കൊള്ളത്തില്ലേ? അയ്യടാ, ഈ പുള്ളാരുടെ ചന്തിക്കിട്ട് ചൂരിലോട്ട് അടയ്ക്കുമ്പോ തിരുമുന്ന പോലെ ഉണ്ട്. ഒളിയോ ഇയാൾ ഇവിടെ നിൽക്കുവായിരുന്നോ? അളിയനായിരുന്നാ? അളിയൻ പിന്നെ ആരാന്നോർത്ത് ഞാൻ വിചാരിച്ച തൂശനല്ലേ നടന്നു പോകുന്നായിരിക്കും. ട്യൂഷനിലേ അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരുടെ ഡ്രസ് കോഡാ. ഇതോ? ഇതൊക്കെ കുറെ ഭയങ്കര അല്ലയോടി. അളിയ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന് തീരുമാനം ഉണ്ടാക്കുന്ന ഞാനല്ല, പിന്നെ ഡോക്ടറാ. ഏതിന്? അല്ല, കുഴിനകത്തിന്. ഞാൻ വല്ലതും പറയും. കുഴിനകത്തിന്റെ കാര്യം പറയാനാണോ ഞാൻ ഈ കയറി വന്നേ? പിന്നെ അളിയന് ഞാൻ എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നിട്ടാണോ ഇവിടെ കെട്ടിച്ചേ? അതെ. എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നോ? അതെ, മുഴുവൻ സ്ത്രീധനം തന്നതാ. ചുമ്മാ. പിന്നെ എന്തിനാ അളിയ എന്റെ അച്ഛൻ ചാകാൻ കിടന്നപ്പോ അവളാ ഉടായ്പ പരിപാടി കാണിച്ചത്? എന്നാ ഉടായ്പ അളിയെ കാണിച്ചത്? മരിക്കാൻ കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് അവളെ എന്നിട്ട് പറയുക, എന്തായാലും നമ്മൾ വേർപിരിയാൻ പോവല്ലേ, അതുകൊണ്ട് അച്ഛനെനിക്കൊരു ഓട്ടോഗ്രാഫ് തരാൻ. അല്ല, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത് എന്നാ ഇപ്പൊ തെറ്റ്? അവൾ ആ ഓട്ടോഗ്രാഫ് മേടിച്ചത് 500-ന്റെ മുദ്രപത്രത്തില. ഞാനും എന്റെ അമ്മയും കിടക്കുന്ന വീട് ഇപ്പൊ ഇവളുടെ പേരിലിരിക്കുന്നത്. അതെനിക്ക് എഴുതി തരണം. എന്റെ പൊന്നളിയാ, ഞാൻ ഒപ്പിട്ട് തരാം. ഉപ്പിലിട്ട് നീ തന്നെ നിന്നാ മതി. ഇന്ന് എനിക്ക് എന്റെ വീട് എഴുതി തരണം. ചെറുക്കാൻ ഞാൻ ഒപ്പിട്ട് തരാന്ന്. തരണം. ഞാനിപ്പോ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം. അവിടെ പോയി മുള്ള പോലീസ് പിടിച്ചോണ്ടോ? എന്റെ മൂത്രം എന്തിനാ പോലീസ് പിടിച്ചോണ്ട്? അതല്ല പറഞ്ഞത്. അവിടെ ചെന്ന് മുള്ളിയ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്റെ ശരീരത്തിൽ നിന്ന് ബാഷ്പീകരിക്കട്ടെ. അങ്ങ് തീരട്ടാ. നിന്റെ ചേച്ചിയില്ലടാ ഇത്. എത്ര വർഷമായി അവളെ അരങ്ങേരത്തിന് കൈ കുത്തുന്നു. അവൾ ഇതുവരെ കേറിയില്ല. നീ ഒരു കലാകാരനല്ലല്ലോ. ഞാൻ കലാകാരനല്ലെന്ന് മാത്രം അളിയാൻ പറയല്ലേ. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ പടം വരയ്ക്കാൻ കൊണ്ട് ചേർത്തതാ. അവിടെ ഒരു കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട്. അതെങ്ങനെ അളിയാ കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് പടം ഒന്ന് പറഞ്ഞു വിടുന്നു? പിന്നെ അവിടുത്തെ ടീച്ചറിന്റെ പടം ടോയ്ലറ്റ് വരച്ച് വെച്ച് അവരെന്നെ പറഞ്ഞു വിടുക. അത്രയൊക്കെ ഉണ്ട് അവന്റെ ഭംഗി. മനുഷ്യ, അവൻ എന്നോട് പിണക്കവാ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് സമാധാനിപ്പിക്കേ. ഞാൻ സമാധാനിപ്പിക്കൂല. സമാധാനിപ്പിക്കോ. എന്തോട് നീ എന്നോട് അങ്ങനെ സംസാരിക്കരുത് അളിയാ. ഞാൻ സംസാരിക്കും. നിന്നെ ഈ നെഞ്ചത്തിട്ടുള്ള ഞാൻ വളർത്തിയത്. ഇതുവരെ നിന്നെ ഞാൻ വേദന അറിയിച്ചിട്ടുണ്ടോ? അലിയ, നീ എന്റെ അടുത്ത് ആവർത്താനം പറയല്ലേ. പണ്ട് നീയും ഞാൻ ചൂണ്ടിയിടാൻ പോയപ്പോ വില തീർന്നെന്ന് പറഞ്ഞ് എന്നെ കുറത്ത് തോട്ടിലിട്ടവനല്ലടാ നീ.